ഹായ് സോൾസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഡിവൈൻ മാസ്കുലിൻസ് അല്ലെങ്കിൽ റണ്ണ അവരുടെ കുറച്ച് ബിഹേവിയറാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിഹേവിയർ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അവർ സെപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവരൊട്ടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അവർ ഇപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ മീൻസ് ചിലപ്പോൾ ചിലവർ ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ പല ബിഹേവിയറിൽ അവർ കാണിക്കും അവർ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ മൈൻഡ് ചെയ്യുന്നില്ല, അവർക്ക് നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല, സ്നേഹമില്ല എന്നിങ്ങനെ പ്രിറ്റൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ബർത്ത്ഡേ ഈ ഡിസംബറിലായിരുന്നു. അപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, ഓൺ ആൻഡ് ഓഫ് ആണ്. ഓൾറെഡി എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ അറിയാം, പക്ഷെ അറിഞ്ഞിട്ടും കൂടെ വിഷ് ചെയ്തില്ല. അല്ലെങ്കിൽ സെപ്പറേഷന് മുന്നേ എന്ന് പറഞ്ഞാൽ ആദ്യം വിഷ് ചെയ്യും. 12 മണി എന്ന് പറയുന്നത് വിഷ് ചെയ്യണം, കാരണം ആളായിരിക്കണം ആദ്യം വിഷ് ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. ഈ സെപ്പറേഷന് ശേഷം പിന്നെ ഹാവ് തേർഡ് പാർട്ടി. അപ്പോൾ പിന്നെ അവർ ഷോ ചെയ്യണം, അവർ കെയർ ചെയ്യുന്നില്ല. കാരണം അവർക്കറിയാം എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയാം, എല്ലാം അറിയാം, എന്നെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവർ നമ്മുടെ ബർത്ത്ഡേ വിഷ് ചെയ്ത എക്സാമ്പിളാട്ടോ പറഞ്ഞത്. അങ്ങനെയാണ് അവർ പ്രിറ്റൻഡ് ചെയ്യും, അവരൊട്ടും കെയർ ചെയ്യില്ല, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് സ്നേഹമില്ല എന്നൊക്കെ കെയർ ചെയ്യും. അപ്പോൾ അതാണ് ഫസ്റ്റ് പറയണത്. അവർ ദേ വിൽ ഷോ യു ദാറ്റ് യു ആർ നോട്ട് ഇൻ ടു യു എന്ന് വെച്ചാൽ അവർ അത് കാണിക്കും, നിങ്ങളേലല്ല ഇപ്പോൾ അവർ ഇൻട്രസ്റ്റ് എന്നവരിങ്ങനെ കാണിക്കും ഒരു ബിഹേവിയർ. പിന്നെയെന്ന് പറയുമ്പോൾ അവർ ഈ സെപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തീരെയും കോൺവെർസേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് മെസ്സേജ് അയക്കാൻ മാക്സിമം വരില്ല അവർ. കാരണം അങ്ങനെ വരുമ്പോൾ അവരുടെ ഈഗോയിൽ അവർ ചിന്തിക്കുന്നത് അവർ നമ്മളോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നൊക്കെ ചിന്തിച്ച് അവർ മാക്സിമം അവരവരെ ആ ഒരു ഇത് പിടിച്ചു നിർത്തും. അവർ കോണ്ടാക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വരില്ല. റണ്ണേഴ്സ് കേട്ടോ. റണ്ണേഴ്സ് മെയിൻലി ജോണി വരുന്ന DMs ആയിരിക്കും. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയെന്ന് പറയുമ്പോൾ പിന്നെ അവർ നമുക്ക് കോണ്ടാക്റ്റിൽ വരും. അവർ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയണം. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അവരൊന്നും പറയില്ല. പക്ഷെ അവർക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണോ സംഭവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ A to Z വരെ അവർക്ക് അറിഞ്ഞിട്ട് അവർ കൊണ്ടു. പക്ഷെ നമ്മൾ അവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കമാന്ന അക്ഷരം മിണ്ടില്ല. അതാണൊരു നെക്സ്റ്റ് സൈനായിട്ട് പറയാനുള്ളത് കേട്ടോ, അവരുടെ ബിഹേവിയർ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, പറയും തിരിച്ച് അവർ കോണ്ടാക്ട് നമ്മളെ എന്ത് പറയാനാണ്, എനിക്ക് തിരിച്ച് മെസ്സേജ് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ദേ വിൽ കോണ്ടാക്ട് യു എന്തിന്, നോട്ട് ടു കോണ്ടാക്ട് ദം എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും. ഈ ഒരു ഡിവൈൻ മാസ്കുലിൻസ് റണ്ണർ എനർജിയിലുള്ളവരുടെ ഒരു ക്യാരക്ടറാണ് അങ്ങനെ. പിന്നെയെന്ന് പറഞ്ഞൊരു സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ മെസ്സേജസും നമ്മൾ എന്താ അയച്ചാലും അവരൊക്കെ റീഡ് ചെയ്യും. പക്ഷെ അവർ റിപ്ലൈ തരില്ല. ഇനി റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ഷോർട്ടായിട്ട് എന്തായാലും ആയിരിക്കും. മിക്കതും തരില്ല, പക്ഷെ അവരെല്ലാം റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കും അവർ നമ്മുടെ മെസ്സേജസ് ഒന്നും കാണുന്നില്ല. നമ്മളുടെ എന്ത് നോട്ടിഫിക്കേഷൻസ് വന്നാലും അവരെല്ലാം അത് അറിയും. അതെങ്ങനെ മനസ്സിലാവുമെന്ന് പറയും. പിന്നെ എപ്പോഴേലും ഒരു കോൺവെർസേഷൻസ് വരുമ്പോൾ അന്ന് അയച്ചത് എന്താണ് ഏതാണെന്നൊക്കെ അവർ ഡീറ്റെയിൽ ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദേ വിൽ റീഡ് ഓൾ യുവർ മെസ്സേജസ് ബട്ട് ദേ വിൽ നോട്ട് റിപ്ലൈ. അങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ. പിന്നെയെന്ന് പറയുമ്പോൾ പിന്നെ അവർ കോൺവെർസേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒട്ടും അവർക്ക് തോന്നും അവർക്കൊരു എനർജി കിട്ടാതെയായിരിക്കും. നമ്മളിലേക്ക് ഫോക്കസ് ചെയ്തൊക്കെ ഒന്ന് വരുമ്പോൾ നമ്മൾ പിന്നെ അവരെക്കുറിച്ച് ചേസ് ചെയ്യാനൊന്നും പോവാതെ സ്റ്റോപ്പ് ചെയ്യുമല്ലോ. ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് തോന്നും ഇവരെന്താണ് ഇപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യാത്തത്, അവർക്ക് എന്താണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് അവർ ആ സമയത്ത് നമുക്കൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നമുക്ക് ആ സമയത്താണ് നമുക്ക് മെസ്സേജസും കാര്യങ്ങളും വരെയൊക്കെ നമ്മുടെ ലൈഫിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരിതാണ്. ഓക്കെ, അതെപ്പോഴാണ് അവർക്ക് ഫീൽ ചെയ്യുകയാണ് നമ്മളവർ ചേസ് ചെയ്യുന്നില്ല എന്ന്. ഓക്കെ, പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളവിടെ അവർക്ക് മനസ്സിലാവും നമ്മളെവിടെയും പോവില്ല, നമ്മളവിടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ അവർ മാക്സിമം അവർ നമ്മളെ ഗോസ്റ്റ് ചെയ്യും. നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കും. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒന്ന് റിപ്ലൈ തരില്ല, അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കും. കാരണം അവർക്കറിയാം നമ്മളെവിടെയും പോകില്ല എന്ന് ആ ഒരു ഉറപ്പ് വരുന്ന സമയത്ത് അവരെപ്പോഴും നമ്മളെ ഗോസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കാറ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലായിടത്തും നമ്മളെ ബ്ലോക്ക് ചെയ്യും. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഒരു ഭാഗം ഈ എല്ലാ സോഷ്യൽ മീഡിയ ചിലപ്പോൾ വാട്സപ്പ് ബ്ലോക്ക് ചെയ്യാതിരിക്കാം, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കൊക്കെ ബ്ലോക്ക് ചെയ്യാതിരിക്കാം. പക്ഷെ ടെലഗ്രാമിൽ അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവില്ല.
എൻ്റെ കേസിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും എവിടെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അവർ നിങ്ങൾ അൺബ്ലോക്ക് ചെയ്തിടും. കാരണം നമ്മളായിട്ടുള്ള കോൺവെർസേഷൻസ് നടക്കാനും ഒന്നൊന്ന് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് എന്തായാലും അറിയണം, നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ. കാരണം മേ ബി ഒരു വൈഫൊക്കെ ഉണ്ടായിരിക്കാം, തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒന്നുകൂടി സെക്യൂർ ആയിട്ടുള്ള മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ചില ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ അവർ അൺബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരിക്കും. യെസ്, ദേ വിൽ ബ്ലോക്ക് യു ഓൾ സോഷ്യൽ മീഡിയാസ് പ്ലാറ്റ്ഫോംസ് എക്സെപ്റ്റ് വൺ. ഏതെങ്കിലും ഒന്നിൽ അവർ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം അവിടെ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള ഉണ്ടാകുന്ന ഒരു കണക്ഷൻ. അപ്പോൾ നമ്മളീ കണക്ഷനെ പറ്റിയിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കുകയാണ്. ഈ കണക്ഷൻ കാരണം ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതിങ്ങനെ വേണ്ടേയിരുന്നില്ല, കണ്ടുമുട്ടേണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് വളരെയായിട്ട് ഹേർട്ട് ചെയ്യും. അവർക്ക് ഒരിക്കലും നമ്മൾ സമയത്ത് പ്രാഗില്ലേ, ഞാനൊക്കെ ഇടയ്ക്ക് പ്രാഗ് ഇത് വേണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒട്ടും ഇഷ്ടമായിരിക്കില്ല അവർക്ക്. നമ്മുടെ കണക്ഷനെ കുറിച്ച് അവർ ഇനി തേർഡ് പാർട്ടിയിലോ അല്ലെങ്കിൽ പല സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് അവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ കോൺടാക്ട് ചെയ്യുന്നതിന് നമ്മളോട് തിരിച്ച് മെസ്സേജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊക്കെ കോൺടാക്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ റണ്ണറിൻ്റെ കുറച്ച് സ്വഭാവങ്ങൾ. അപ്പോൾ മെയിൻലി എനിക്ക് ഈ ഒരു ഏതെങ്കിലും സോഷ്യൽ മീഡിയ അത് അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി. മേ ബി ഒന്നും അല്ലെങ്കിൽ ആ ഒരു സംസാരം കഴിഞ്ഞ് മേ ബി ബ്ലോക്ക് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. പക്ഷെ അവർ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തിടും. കാരണം ആ ഒരു കമ്മ്യൂണിക്കേഷനും എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്ന് അവർക്കറിയണം. അതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ബിഹേവിയേഴ്സ് തോന്നിയിട്ടുള്ളത് നമ്മുടെ DM-ൻ്റെ കുറച്ച് റണ്ണേഴ്സിൻ്റെ ബിഹേവിയേഴ്സ്. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും വിട്ടുപോയെന്ന് അറിയില്ല, എനിക്ക് കുറച്ച് ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ട്, നമ്മൾ നിയർ ടു ടൗൺ അവരുള്ള സ്ഥലത്ത് നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലേസിലേക്ക് അവരാണ് വരുന്നതെങ്കിൽ ദേ വിൽ മെസ്സേജ് ലൈക്ക് ഐ ആം കമ്മിങ്, വി ക്യാൻ മീറ്റ് നൗ. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോൾ അത് തിരിച്ച് നമ്മൾ റിപ്ലൈ നെഗറ്റീവായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഗോസ്റ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. ഇനി നമ്മളാണ് അവരുടെ ഏതെങ്കിലും സ്ഥലത്തേക്കോ മീറ്റ് ചെയ്യാൻ അങ്ങോട്ട് പോകുന്നതെങ്കിൽ അവർ പറയും കോൺടാക്ട് ചെയ്യരുത്, മെസ്സേജ് ചെയ്യരുത്. ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട് ഈ ഒരു റണ്ണേഴ്സിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഒരു ബിഹേവിയറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ടാരോ റീഡിങ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോ കോഴ്സ് സ്റ്റാർട്ടിങ് ഉണ്ട്, കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഏപ്രിൽ മന്ത് നല്ല രീതിയിൽ ഹീൽ ചെയ്തതിൻ്റെ റിസൾട്ട് മാനിഫെസ്റ്റേഷൻസ് നല്ല രീതിയിൽ നടക്കാനും ചാൻസസ് ഉണ്ട്. കംപ്ലീറ്റ്ലി നിങ്ങളൊന്ന് ടൈം കിട്ടുകയാണെങ്കിൽ ഒന്ന് 2 days എങ്കിലും അല്ലെങ്കിൽ ഒരു 1 hour എങ്കിലും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. മെഡിറ്റേഷനൊക്കെ ചെയ്താൽ ഒന്നും ചെയ്യാറിയില്ലെങ്കിൽ കുറച്ച് നേരം വെറുതെ ഇരുന്നിട്ട് സൈലൻസിലിരിക്കാം. യു വിൽ ഗെറ്റ് മോർ ആൻസർ വിത്തിൻ. ഓക്കെ, ദെൻ താങ്ക് യു.